വിശുദ്ധ ഖുർആനിൽ സൂറ അത്താരിഖിന്റെ 11-ാം സൂക്തത്തിൽ ആകാശത്തിന്റെ മടക്കപ്പെടുന്ന പ്രതിഭാസത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. മടങ്ങുന്ന ആകാശമാണ് സത്യം. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഭൗമാന്തരീക്ഷത്തിന് വിവിധങ്ങളായ ആവരണങ്ങളുണ്ട്. ഇവയിൽ ഓരോ ആവരണങ്ങൾക്കും പ്രത്യേകമായ ദൗത്യങ്ങളുമുണ്ട്. ഈ ആവരണങ്ങൾ ശൂന്യാകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും പുറപ്പെടുന്ന പദാർത്ഥങ്ങളും രശ്മികളും തിരിച്ച് യഥാക്രമം ശൂന്യാകാശത്തേക്കും ഭൂമിയിലേക്കും മടക്കി അയക്കുന്നതായി ശാസ്ത്രഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഇനി നമുക്ക് വിവിധ ആവരണങ്ങളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാം. ട്രോപ്പോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് 14 കിലോമീറ്റർ മുകളിലുള്ള ഈ ആവരണം ഭൗമോപരിതലത്തിൽ നിന്ന് പുറപ്പെടുന്ന നീരാവിയെ ഘനീഭവിപ്പിച്ച് മഴയാക്കി തിരിച്ചയക്കുന്നു. ഓസോണോസ്ഫിയർ. 25 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആവരണം ശൂന്യാകാശത്തു നിന്നുള്ള ഹാനികരമായ വികിരണങ്ങളെയും അൾട്രാവയലറ്റ് രശ്മികളെയും ശൂന്യാകാശത്തേക്ക് തന്നെ മടക്കി അയക്കുന്നു. അയണോസ്ഫിയർ. ഈ ആവരണം ഭൂമിയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നു. ഇത് വയർലെസ് വാർത്താവിനിമയ സൗകര്യങ്ങളും റേഡിയോ, ടെലിവിഷൻ പ്രക്ഷേപണങ്ങളും സാധ്യമാക്കുന്നു. വായുമണ്ഡല ആവരണങ്ങളുടെ ഈ സവിശേഷതകൾ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടതെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖുർആൻ ഇക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് വിശുദ്ധ ഖുർആൻ ദൈവവചനങ്ങളാണെന്നത് ഒരിക്കൽ കൂടി സ്പഷ്ടമാക്കുന്നു.